Hey guys, Assalamu alaikum. എന്തെങ്കിലും ലേറ്റ് ആവുന്ന ദിവസം ലേറ്റ് ആവുമെന്ന് പറയുമല്ലേ, അത് വളരെ സത്യമാണ്. ഒരു കാര്യം കാണിച്ചു തരാം. Hey guys, Assalamu alaikum. Welcome back to my channel. It's yet another Ramadan vlog. ഞാൻ ഇങ്ങനെ വ്ളോഗ് ചെയ്തിട്ട് ഐ തിങ്ക് ഇറ്റ്സ് ബീൻ സോ ലോങ് 3-4 years ബാക്കിലാണ് ചെയ്തിട്ടുള്ളൂ. ഇപ്പം എല്ലാം ബാക്ക്ഗ്രൗണ്ട് വോയിസ് ഓവർ കൊടുത്ത വ്ളോഗ്സ് അല്ലേ ചെയ്യുന്നത്. സോ ഇറ്റ്സ് എ ഡിന്നർ പ്രിപ്പറേഷൻ വ്ളോഗ്. ഇറ്റ്സ് ഓൾറെഡി 10 PM. ഐ എം ഓൾറെഡി ലേറ്റ്, ബട്ട് ഐ തോട്ട് ഞാൻ പുതിയൊരു റെസിപ്പി ട്രൈ ചെയ്യാൻ പോവാന്ന്. ആൻഡ് ഇഫ് നന്നായിട്ട് വരുവാണെങ്കിൽ ഐ ബി ഷെയർ ഇൻ ദിസ് വീഡിയോ. സോ യാ 10:30 മുമ്പ് ഐ ഹാവ് ടു ഫിനിഷ് എവറിഥിങ്. ഞാൻ ഓൾറെഡി ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്, ചിക്കൻ ടിക്ക മസാലയിൽ മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഐ ബി ഫ്രൈയിങ് ഇറ്റ്. കുറച്ച് പീസസ് നമ്മൾ അത്താഴത്തേക്ക് വേണ്ടി മാറ്റി വെക്കാം. ബാക്കി എന്താ പറയാ, ഒരു ക്രീമി ഗ്രേവി ഉണ്ടാക്കിയിട്ട് വിൽ ട്രൈ ടു മേക്ക് എന്താ ഒരു ക്രീമി ആയിട്ടുള്ള ചിക്കൻ ഉണ്ടാക്കാൻ നോക്കാണ്. ഐ ഡോണ്ട് ഹാവ് ഫ്രഷ് ക്രീം വിത്ത് മീ. ഐ ബി യൂസിങ് മിൽക്ക്. അത് വെച്ചിട്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. സോ യാ, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അത് ബൈക്കാ മോളെ, ഇവിടെ ഭയങ്കര ഒച്ചയിൽ ബൈക്ക് സൗണ്ട് കേൾക്കും. അപ്പോൾ മോൾ എപ്പോഴും മേടിക്കും. അപ്പം മാരിനേറ്റഡ് ചിക്കൻ ഐ ഹാവ് ദിസ്. ഇച്ചിരി സ്കിൻഡ് ചിക്കൻ ആണ് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് ആദ്യം ഇത് ഫ്രൈ ചെയ്തെടുക്കാം. സോ നമ്മൾ ഇതിലുണ്ടാക്കണം അതോ ഇതിലുണ്ടാക്കണം? ഫ്രൈ ചെയ്യാൻ ഇതായിരിക്കുമല്ലോ എളുപ്പം. സോ നമ്മൾ ഫ്രൈങ് പാൻ മാറ്റി ഗൈസ്, ബിക്കോസ് അതാകുമ്പോൾ കുറച്ചുകൂടി ടൈം എടുക്കും ഫ്രൈ ചെയ്യാൻ. അപ്പം ഇതാകുമ്പോൾ പെട്ടെന്നാവുമല്ലോ. അപ്പോൾ വി നീഡ് ബട്ടർ. നമുക്ക് പിന്നെ ഇടാം. ആദ്യം നമ്മൾ വെജിറ്റബിൾ ഓയിൽ വെച്ചിട്ട് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. എൻ്റെ സ്റ്റാൻഡ് ഞാൻ എടുക്കാൻ സമയമൊന്നുമില്ല, നോക്കട്ടെ എങ്ങനെ ഫിക്സ് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് എന്നിട്ട് ഇപ്പുറത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ലൈക്ക് ചപ്പാത്തി ഇവിടെ. അപ്പോൾ നമുക്കിവിടെ ചപ്പാത്തി ആക്കാം പെട്ടെന്ന്. ഇതിൽ നമുക്ക് ഫ്രൈ ചെയ്യാം. അപ്പം പിന്നെ അത്താഴത്തെ ഐ ഹാവ് ദിസ് കോവയ്ക്ക ഫ്രൈ. ചോറ് ഓൾറെഡി ഇറ്റ്സ് ഇൻ ഫ്രിഡ്ജ്. നമുക്ക് നാളെ രാവിലെ എണീറ്റിട്ട് അത് ചൂടാക്കിയാൽ മതി. അത്താഴത്തെ എണീറ്റിട്ട് ഇപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട്, ഞാനിത് ഇടാൻ പോവാണേ. ഞാൻ എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോ ഫ്രൈ ആവുന്നത് ഒരു 10 to 15 minutes എടുക്കുമായിരിക്കും. തിരിച്ചു മറിച്ചും ഇട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലേക്ക് ചപ്പാത്തി ഒന്നും ആ ടൈം കൊണ്ട് നമുക്ക് ആക്കാം. എന്തെങ്കിലും ലേറ്റ് ആവുന്ന ദിവസം ലേറ്റ് ആവുമെന്ന് പറയുമല്ലേ, അത് വളരെ സത്യമാണ്. ഒരു കാര്യം കാണിച്ചു തരാം. 2 ചപ്പാത്തി ഇവിടെ ഉണ്ടാക്കി. ഓക്കെ, പിന്നെയാണ് ഞാൻ എടുക്കാൻ പോയപ്പോൾ കാണുന്നത് ഇത് വേണ്ട ചിക്കൻ ഇവിടെ ആവുന്നുണ്ട്. ചപ്പാത്തി എല്ലാം ഒട്ടിപ്പിടിച്ച്. അപ്പൊ ഞാൻ ഒന്നുകൂടി ഉണ്ടാക്കേണ്ടി വരും. ഇത് ഞാൻ ഫ്രിഡ്ജിൽ ഓൾറെഡി ചെയ്ത് വെച്ചിരിക്കായിരുന്നു. അപ്പൊ വലിയ പണിയില്ലല്ലോ എന്ന് വിചാരിച്ച് ഇരുന്നതാ, പക്ഷെ പണി കിട്ടി. അപ്പൊ നമ്മുടെ ചിക്കൻ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞ മാതിരി കുറച്ചൊന്നും 2-3 പീസ് അത്താഴത്തെ മാറ്റി വെച്ചിട്ട് ബാക്കി നമുക്ക് ഇപ്പൊ ഗ്രേവിയിലേക്ക് ഇടാം കേട്ടോ. എന്തായാലും ഇത്ര ലേറ്റ് ആയിട്ട് കഴിക്കണമെന്ന് നിങ്ങൾ വിചാരിക്കല്ലോ. ഒന്ന് നോമ്പിന്റെ സമയത്ത് ഇഫ്താർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വയറൊക്കെ ഇച്ചിരി നിറയും. പിന്നെ ഇക്ക ഷോപ്പിൽ നിന്ന് വരുമ്പോൾ തന്നെ 10:30 കഴിയും. പിന്നെ ഞാനും അങ്ങനെ ഒരുമിച്ച് കഴിക്കലാണ്. ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾക്ക് ഓഡിബിൾ ആവുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. മോൾ അപ്പുറത്ത് TV-യിൽ ഇത് വെച്ചിട്ടുണ്ട്, മോളുടെ ഹസ്ബി റബ്ബിയൊക്കെ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ചിലപ്പോൾ അതായിരിക്കും കേൾക്കുന്നില്ല. എനിക്കിത് ഓഫ് ചെയ്താലും മനസ്സിലാവില്ല സത്യത്തില്. അപ്പോൾ 2-3 പീസ് മാറ്റി വെച്ചിട്ട് ബാക്കി നമ്മൾ ക്രീം ഗ്രേവിയിൽ ഇടും കേട്ടോ. 2-3 പീസ് മാത്രം എന്തിനാന്നല്ലേ, ഇവിടെ ഞങ്ങൾ 2 പേരേ ഉള്ളൂ. പിന്നെ ഞാൻ കൂടുതലും അത്താത്ത സമയത്ത് ഓട്സ് അങ്ങനത്തെയാണ് കുറച്ചുകൂടി പ്രിഫർ ചെയ്യുന്നത്. ഡേറ്റ്സ് നട്ട്സൊക്കെ ഇങ്ങനെ ഫ്രൈഡ് ഫുഡിനെക്കാളും. ചപ്പാത്തി വീണ്ടും പരത്തിയെടുത്ത് ഇടാൻ പോവാം. ഹോപ്പ്ഫുള്ളി ഇനിയിപ്പം പണി കിട്ടത്തില്ലായിരിക്കും. സാധാരണ ഞാനങ്ങനെ പറത്തി നേരത്തെ വെക്കുന്നതാണ്. ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കും, പിന്നെ എടുത്ത് ചെയ്യും. പക്ഷെ എനിക്ക് തോന്നി ഇന്നലെ ഞാനത് കുഴച്ചപ്പം ഇച്ചിരി ഒന്നും വെള്ളം കൂടിപ്പോയി ഉണ്ടായിരുന്നു. മേ ബി അതായിരിക്കാം. സത്യം പറയാൻ ഞാൻ കൈ വെച്ചിട്ടാണ് ഫോൺ പിടിച്ചിരിക്കുന്നത്. എനിക്ക് ക്യാമറ സ്റ്റാൻഡ് സെറ്റ് ചെയ്യാൻ പോലും സത്യം പറഞ്ഞ സമയമില്ലെന്നാണ്. അപ്പോൾ ബാക്കി ഞാൻ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചു. ബിക്കോസ് എനിക്ക് മൈക്ക് പ്രോപ്പർ ആ ടൈമിൽ വർക്കായില്ലായിരുന്നു.
അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കുറച്ച് 2-3 പീസ് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. അത് എന്താ പറയുക, നമ്മൾ അത്താഴത്തിന് വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, 2-3 പീസസ് മാറ്റി വെക്കുന്നുണ്ട്. 2-3 പീസ് മാത്രം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടോയെന്നറിയില്ല, ഞാൻ അങ്ങനെ അത്താഴത്ത് കൂടുതലും ഓട്സ് അങ്ങനത്തേതാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് എന്തായാലും കഴിക്കുന്നുണ്ടാവില്ല, അപ്പോൾ ഒരാളല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള പീസസ് അല്ലേ അത് നമുക്ക് ഈ ഗ്രേവിയിലേക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ചപ്പാത്തി ഒക്കെ ആയിട്ടുണ്ട്. ഞാനതിന് ശേഷം ബട്ടർ വെച്ചിട്ട് ചെയ്യാം, പക്ഷേ ഓയിൽ ഇങ്ങനെ ബാക്കിയുണ്ട്. അപ്പോൾ ഈ ഓയിൽ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഫ്ലേവർ ആയിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഈ ഓയിൽ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് മാറ്റി വെച്ചു സംഭവങ്ങൾ. ഇനി നമ്മൾ ഫ്രഷ് ക്രീം ഇല്ലാത്തതുകൊണ്ട് പാലിലാണ് ഇത് ചെയ്യാൻ പോകുന്നത്. ഇല്ലെങ്കിലും കുറച്ച് മിൽക്കും ഇങ്ങനത്തെ ഗ്രേവീസൊക്കെ കുറച്ച് മിൽക്കും പിന്നെ മൈദ മിക്സൊക്കെ ചെയ്യും. ഞാൻ മൈദ ചേർത്തിട്ടില്ല. അപ്പോൾ അതേ എണ്ണയിൽ തന്നെ നമ്മൾ ഗാർലിക്ക് ഒരു 3 ഗാർലിക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുത്തു. അതിന് മുകളിൽ നമ്മൾ കസൂരി മേത്തി ഡ്രൈഡ് ഫെനുഗ്രീക്ക് ലീവ്സ് അതിട്ട് കൊടുത്തു. പിന്നെ പാൽ ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ആദ്യം നന്നായിട്ട് ഇത് തളിച്ച് വരണം കേട്ടോ. ശ്രദ്ധിക്കണം കേട്ടോ, ഓവർഫ്ലോ ആയിപ്പോകും ചിലപ്പോൾ. അപ്പം ജസ്റ്റ് ഒന്ന് തളിച്ച് വരുന്ന ആ ഒരു സമയത്ത് ഒരു ചിക്കൻ ക്യൂബ് അല്ലേ, നമ്മൾ ഫ്ലേവറിന് വേണ്ടി ചിക്കൻ ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇനി ഉപ്പ് ആഡ് ചെയ്യുന്നില്ല, ഓൾറെഡി മാരിനേറ്റഡ് ചിക്കനിൽ ഉപ്പുണ്ട്. പിന്നെ ചിക്കൻ ക്യൂബിൽ ഒബ്വിയസ്ലി ഉപ്പ് കാണുമല്ലോ, അപ്പോൾ ഞാൻ ഉപ്പ് ആഡ് ചെയ്യുന്നില്ല കേട്ടോ. സെപ്പറേറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. പിന്നെ ഞാൻ കുരുമുളകാണ് പെപ്പറാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ ഇതിന് മുകളിൽ ഒറിഗാനോയും പിന്നെ നമ്മുടെ പാർസ്ലേ അല്ലേ, അത് രണ്ടും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം പാർസ്ലേയുടെ ഈ ഒരു ബ്രാൻഡല്ലേ അതാണ് ശരിക്കും നല്ലത്, കെയ എന്ന് പറയും. ഒറിഗാനോ പക്ഷേ എനിക്കത് കിട്ടാത്തതുകൊണ്ട് ഞാൻ വേറെ ബ്രാൻഡാണ് വാങ്ങിച്ചത്. ഇത് കുഴപ്പമില്ല, പക്ഷേ കെയയുടെ ആണ് ഇതുമാതിരി ഫ്ലേക്സൊക്കെ നല്ലത് കേട്ടോ. പിന്നെ ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സായിട്ട് ആ ഒരു ചിക്കൻ ക്യൂബിൻ്റെയും ഒറിഗാനോ പാർസ്ലേയുടെ അതൊക്കെ ഫ്ലേവർ ഇതിലേക്ക് ഇറങ്ങുന്ന വരെ നന്നായിട്ട് ഇങ്ങനെ തിളപ്പിക്കുക. എന്നിട്ട് ഇത് ഞാൻ 1 പാക്കറ്റ് ഓഫ് മിൽക്കാണ് ഒഴിച്ചിരിക്കുന്നത്, അതായത് ഒരു 500 ml മിൽക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പം ഇത് ജസ്റ്റ് ഒന്നിങ്ങനെ തിളച്ച് വന്ന് എല്ലാം കൂടി മിക്സായി വരുമ്പോൾ നമ്മൾ ഇതിന് മുകളിൽ നേരത്തെ ഫ്രൈ ചെയ്ത ചിക്കനാണ് അത് ഇട്ടിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ അടച്ചു വെച്ചിട്ട് ഇത് വേവിക്കണം. എന്നിട്ട് അപ്പോഴത്തേക്ക് ആ മിൽക്കിൻ്റെ ക്വാണ്ടിറ്റി ഹാഫ് ആയിട്ടുണ്ട്. അപ്പോൾ ഒരു ഗ്രേവി തിക്കായി വരുന്നുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് പെട്ടെന്ന് തിക്കാക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് മൈദ മാവിൽ കോൺഫ്ലവർ ഒക്കെ ഇട്ടിട്ട് മിൽക്ക് വെച്ച് കലക്കി ഒഴിച്ചാൽ പെട്ടെന്ന് തിക്കാവും കേട്ടോ. അപ്പം നമ്മുടെ കറി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ കൊറിയാൻഡർ ലീവ്സ് ആണ് ടോപ്പ് ചെയ്തിരിക്കുന്നത്. പിന്നെ ചെറിയൊരു പീസ് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടർ ഞാൻ അൺസോൾട്ടഡ് ബട്ടറാണ് ഇട്ടത്. അപ്പോൾ നിങ്ങൾ സോൾട്ടഡ് ബട്ടർ ഇടുകയാണെങ്കിൽ ഉപ്പിൻ്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ക്രീമി ചിക്കൻ ഈസ് റെഡി, അങ്ങനെയൊക്കെ പേര് പറയാമല്ലേ. നല്ല ക്രീമി ഫ്ലേവർ, ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ട്രൈ ചെയ്ത് നോക്കാം. വളരെ എളുപ്പമായിട്ട് നമുക്ക് സവോള തക്കാളി അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇല്ലാതെ, പക്ഷെ അതേ ഒപ്പം തന്നെ ഭയങ്കര ടേസ്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ്. ചപ്പാത്തി ഇല്ലെങ്കിലും നമുക്ക് ബ്രെഡിൻ്റെ കൂടെ തന്നെ ഇത് കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാം. ഇക്കാക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാനത് കൊടുത്തപ്പോൾ. അപ്പം അത്രേ ഉള്ളൂ, ചെറിയൊരു വീഡിയോ ആണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകണ്ട കേട്ടോ. അപ്പോൾ ശരി, അസ്സലാമു അലൈക്കും.